വെൽക്കം ബാക്ക് ടു മൈ ചാനൽ Beautrickz. ഞാൻ ജീനു. ഇന്നത്തെ വീഡിയോ എൻ്റെ സ്വന്തം പ്രീ വെഡ്ഡിങ് മേക്കപ്പ് ലുക്ക് റീക്രിയേഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മളൊരു പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുമ്പ് ക്യാൻവാസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ സ്കിൻ പ്രെപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു ബേസ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ്. അത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത്. ലാക്മേ ലിപ് ലവിൻ്റെ ഒരു ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടൊരു 2 minutes ഒന്ന് വെയിറ്റ് ചെയ്യുക ആ മോയ്സ്ചറൈസർ ഒന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആവാനായിട്ട്. അത് കഴിഞ്ഞ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൺസീലറാണ്. ഏജ് റിവൈൻഡ് Maybelline ഏജ് റിവൈൻഡ് കൺസീലർ ഷെയ്ഡ് കാരമലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഡാർക്ക്നെസ് ഉള്ള അവിടെ മാത്രം വളരെ ലൈറ്റായിട്ടുള്ളൊരു കവറേജാണ് ഞാൻ കൊടുക്കുന്നുള്ളൂ. വേണമെങ്കിൽ ഇത് ബിൽഡപ്പ് ചെയ്യാം ഹെവി കവറേജായിട്ട്. പക്ഷേ വളരെ സിമ്പിൾ ആൻഡ് നാച്ചുറൽ ലുക്കാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റായിട്ടൊന്ന് കവറപ്പ് കൊടുക്കുന്നുള്ളൂ. ചീക്സിലൊക്കെ 1-2 സ്പോട്ട്സൊക്കെ എടുത്ത് അവിടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതിൻ്റെ സ്പഞ്ച് ആപ്ലിക്കേറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മളിത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് വേറെ എക്സ്ട്രാ സ്പഞ്ചൊന്നും എടുക്കണ്ട. ഇനി അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് ലാക്മേയുടെ ഫിറ്റ് മീ ഫൗണ്ടേഷൻ ഷെയ്ഡ് നമ്പർ 230. അത് ഞാൻ ജസ്റ്റ് ഒരു 2 ഡ്രോപ്പ് മാത്രമാണ് എടുക്കുന്നത്. എന്നിട്ട് എല്ലായിടത്തും ഈവനായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ണിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം ഓൾറെഡി കൺസീലർ ഇട്ടല്ലോ. അപ്പോൾ എനിക്ക് വീണ്ടും അങ്ങനെ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഇഷ്ടമല്ല. അപ്പോൾ ക്രീസിലൊക്കെ അതിങ്ങനെ അടിഞ്ഞിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കഴുത്തിലൊക്കെ എല്ലായിടത്തും ഈവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു വെറ്റ് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പണി കഴിയും. പക്ഷേ കുറച്ചും കൂടെ ഫിനിഷ് കിട്ടുന്നത് ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോഴാണ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐബ്രോസ് ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിസ് ക്ലെയറുടെ ഐബ്രോ പെൻസിലാണ്. ഇത് വളരെ അഫോർഡബിൾ ഉള്ളൊരു ഐബ്രോ പെൻസിലാണ്. നമ്മുടെ ഐബ്രോസ് ഗ്രൂം ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഇല്ലായ്മയുണ്ട്. എന്നാലും ഞാൻ മാക്സിമം പെർഫെക്ഷനിൽ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് Maybelline ഫിറ്റ് മീയുടെ കോമ്പാക്ട് പൗഡറാണ്. ഫൗണ്ടേഷൻ്റെ സെയിം ഷെയ്ഡ് തന്നെ. ഞാൻ ജസ്റ്റ് ടീ സോണിൽ മാത്രമാണൊന്ന് പൗഡർ ചെയ്ത് കൊടുക്കുന്നുള്ളൂ, കാരണം എനിക്കൊരു ഗ്ലോയി ലുക്ക് വേണ്ടത്. അതുകൊണ്ട് ജസ്റ്റ് ടീ സോണിൽ മാത്രം ഒന്ന് പൗഡർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ എടുത്തിരിക്കുന്നത് ലാക്മേ അബ്സല്യൂട്ടിൻ്റെ ഐലൈനറാണ്. ഇത് വളരെ നല്ലൊരു ഐലൈനറാണ്. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുള്ളവർക്ക്, ഹൂഡ് ഐസ് ഉള്ളവർക്കൊക്കെ, അങ്ങനെയുള്ളവർക്ക് ഐലിഡിൽ ഇത് ഒരിക്കലും സ്വെറ്റ് ആകുമ്പോഴത്തേക്കും സ്പ്രെഡ് ആവില്ല. മാത്രമല്ല നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യും. നമ്മൾ കഴുകി കഴിയുന്നവരെ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും, അല്ലാതെ ഇത് സ്പ്രെഡ് ആവുമൊന്നുമില്ല. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത ഐബ്രോ പെൻസിൽ വെച്ചിട്ട് തന്നെയാണ് കോൺടൂർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചീക്ക് ബോണിൻ്റെ അവിടെയും ജോ ലൈൻ്റെ അവിടെയും പിന്നെ നോസും ഫോർ ഹെഡും കോൺടൂർ ചെയ്യുന്നുണ്ട്. ഇനി കോൺടൂർ ബ്രഷ് ഇല്ലാത്തവർ ഒരു നോർമൽ ഒരു ബ്രഷ് തന്നെ എടുത്തിട്ട് അതിപ്പോൾ ഞാൻ അങ്ങനെ പിടിക്കുന്ന പോലെ പിടിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ നമുക്ക് കോൺടൂർ ബ്രഷ് വേണമെന്നൊന്നുമില്ല. എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചീക്ക് ബോണിൻ്റെ അവിടെ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് മുകളിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. താഴേക്കല്ല, മുകളിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഫോർഹെഡിലാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, താഴേക്കല്ല. ജോലൈൻ്റെ അവിടെ താഴേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നോസ് നിങ്ങൾ കൈവച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്താൽ മതി, എന്നാലാണ് അതിൻ്റെ ആ ഒരു പ്രിസൈസ് ആയിട്ടുള്ള ആ ഒരു ഇത് കിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് ഞാൻ ബ്ലഷിന് എടുക്കുന്നത് ലിപ്സ്റ്റിക്കാണ്. പിങ്ക് പ്ലഷ് എന്ന് പറഞ്ഞിട്ട് ലാക്മേ 9to5 അബ്സല്യൂട്ട് മൂസ് ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്, ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. അതിന് മുമ്പ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ലിപ് ബാം ഒന്ന് വൈപ്പ് ചെയ്ത് കളയാണ്, അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്ലോസി ലുക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വൈപ്പ് ചെയ്ത് കളയണമെന്നില്ല. പക്ഷെ നമ്മളിപ്പോൾ മാസ്ക് ഒക്കെ വെക്കുമ്പോൾ എന്തായാലും അത് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. ഇനി ഞാൻ അതേ സെയിം ഷെയ്ഡാണ് ബ്ലഷിന് വേണ്ടി എടുത്തിരിക്കുന്നത്. വളരെ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്, നല്ലൊരു നാച്ചുറൽ ലുക്ക് വരുന്നൊരു പിങ്ക് ഷെയ്ഡാണ്. അതുകൊണ്ട് തന്നെ ഏത് ഡ്രസ്സിൻ്റെയും കൂടെ നമുക്ക് ഈസി ആയിട്ട് വെയറബിളാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഫോട്ടോഷൂട്ട്സ്, വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സ് മാറി മാറി ഇടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ
മാച്ച് ആവുന്ന ഒരു പിങ്ക് ഷെയ്ഡാണത്. നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഐഷാഡോയ്ക്ക് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐഷാഡോ പാലറ്റാണ്. അതിൽ ആ ഫസ്റ്റ് ഷെയ്ഡാണ് ഞാൻ ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് പൗഡർ കോണ്ടോറാണ് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ ബ്രൗൺ ഷെയ്ഡ് എടുത്താൽ മതിയാവും. പിന്നെ അത് തന്നെ ഞാൻ നോസിലും ക്യൂപിഡ്സ് ബോയിലും ചിന്നിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു ചെറുതായിട്ടൊരു ഹൈലൈറ്റഡ് ആയിട്ടാണെങ്കിൽ പോലും അതൊരു പ്രത്യേക ഭംഗിയാണ് ഫേസിന് തരുന്നത്. ഐബ്രോസിലും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ സെയിം ഷെയ്ഡ് തന്നെയാണ് ഞാൻ ഹൈലൈറ്റ്സിൽ ഇട്ട് കൊടുക്കുന്നത്. ഹൈലൈറ്റ്സിൽ ഒരു ഹൈലൈറ്റിൽ ഞാൻ ഇട്ട് കാണിച്ചില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു ഡിഫറൻസ്. കുറച്ചും കൂടെ ഐസ് ഓപ്പൺ അപ്പായി ഒന്നും കൂടെ ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായി ആ ഒരു ഇട്ട ഐസ് മാത്രം. അപ്പോൾ നമുക്കിനി അടുത്ത ഹൈലൈറ്റ്സിലും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ആ സെയിം ഷെയ്ഡ് കുറച്ച് കയ്യിലെടുത്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ കയ്യിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു പിഗ്മെൻറ്റേഷൻ കിട്ടും. ഞാൻ ഫേസ് ഹൈലൈറ്റ് ചെയ്ത പോലെയല്ല ഐലിഡ്സിൽ ഇട്ട് കൊടുക്കുന്നത്, കുറച്ചും കൂടെ അധികം പ്രോഡക്റ്റ് പിന്നെ പിഗ്മെൻറ്റേഷൻ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. എന്നാലാണ് നമ്മുടെ ഐസ് നല്ലൊരു ഹൈലൈറ്റഡ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഇനി ഞാൻ എടുത്തത് ലോവർ വാട്ടർ ലൈനിൽ ജസ്റ്റ് ആ ഒരു 3/4 പോർഷൻ മാത്രം ഒന്ന് ജസ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുകയാണ്. അതും ഇന്നർ വാട്ടർ ലൈനിൽ എഴുതുന്നില്ല, ജസ്റ്റ് ആ ഒരു ഐലാഷിൻ്റെ അവിടെ മാത്രം ഒന്ന് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കണ്ണ് കുറച്ചും കൂടെ വലുതായ പോലെ തോന്നിക്കും ഹൂഡഡ് ഐസ് ഉള്ളവർക്കാണെങ്കിൽ. അടുത്തത് കൊളോസൽ മെയ്ബെലിൻ കൊളോസലിൻ്റെ മസ്കാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 കോട്ട്സ് വരെ കിട്ടാനാണ് നല്ലൊരു തിക്ക് ലാഷസ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 3 കോട്ട്സ് വരെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ലോവർ വാട്ടർ ലൈനിലും മസ്കാര ഇടാൻ മറക്കണ്ട. അപ്പോൾ കഴിഞ്ഞു നമ്മുടെ മേക്കപ്പ് ഇത്രയേ ഉള്ളൂ. വളരെ നാച്ചുറൽ ആയിട്ടുള്ള മേക്കപ്പാണ്. എന്തെങ്കിലും ഓവറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കംപ്ലീറ്റ് നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്കാണ് ചെയ്യുന്നത്. ഇതിലും നാച്ചുറലായിട്ട് ഇനി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എല്ലാവരും പ്രീ വെഡിങ് ഷൂട്ട് ഉള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണെങ്കിലും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്.